ഹായ് നമസ്കാരം. അങ്കമലയുടെ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ബബ്ബബ്ബ എന്ന സിനിമയെക്കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. ബബ്ബബ്ബ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദമായി കഴിഞ്ഞു. കാരണം നമുക്കറിയാം, കേസും കൂട്ടുമായിട്ട് കുറച്ച് കാലമായിട്ട് നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ നടൻ അല്പം പുറകിലായിരുന്നു. അപ്പോൾ അദ്ദേഹം മോഹൻലാലിനെയും കൂടി കൂട്ടിയിട്ടാണ് ഇത്തവണ വരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണ് ഈ വരാനിരിക്കുന്ന ബബ്ബബ്ബ. അത് വളരെ അധികം പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിലെ പോസ്റ്ററുകൾ ഇറങ്ങിയ കാലം തൊട്ട് തന്നെ ആളുകൾ ഈ സിനിമയെ കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകർ. മാത്രമല്ല, ഇപ്പോഴത്തെ യൂത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ചുള്ള മാറുന്ന ഒരു ദിലീപിനെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ദിലീപിനെ കാണുവാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചില വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. ഈ സിനിമ കാണരുത്, സിനിമ വേണ്ടെന്ന് വെക്കണം, അതിൽ നിന്ന് നമ്മൾ പിന്മാറണം എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആഹ്വാനങ്ങൾ, ഈ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിനെ ബാധിച്ചിരുന്ന കേസിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനായെന്ന് കോടതി പ്രഖ്യാപിച്ചു. കോടതിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പറയേണ്ടത്. മാധ്യമങ്ങളോ അല്ലെങ്കിൽ എൻ്റെയോ നിങ്ങളുടെയോ ഊഹാപോഹങ്ങളല്ല. കോടതിയെ പോലും ധിക്കരിക്കുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ വളരുകയും അത്തരത്തിലുള്ള ചില സംഭാഷണങ്ങൾ വളരുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത്യധികമായിട്ട് ഇപ്പോഴും നമുക്കറിഞ്ഞുകൂടാ ആരാണ് ഇതിലെ കുറ്റക്കാരെന്ന്. എന്തായാലും തെളിവുകളുടെ അഭാവത്തിലും അതുപോലെ പ്രോസിക്യൂഷൻ്റെ പരാജയം മൂലവും ഈ തെളിവുകൾ സ്ഥാപിച്ചെടുക്കുന്നതിന്, അവരുണ്ടാക്കിയ തെളിവുകൾ സ്ഥാപിച്ചെടുക്കുന്നതിന് ഉണ്ടാക്കിയ വലിയ രീതിയിലുള്ള പാളിച്ചകൾ മൂലവും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം അതിൽ കുറ്റവാളിയല്ല എന്ന് നമുക്കിപ്പോഴും പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെയാണല്ലോ കോടതിയുടെ നിലപാടുകൾ. ഏതായാലും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീതി ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിന് പിന്നിൽ ഗൂഢാലോചന കേസുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം. അതങ്ങനെ നടക്കട്ടെ. ബബ്ബബ്ബ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷപ്രകാരം ഈ ചിത്രത്തിന് ഈ പറഞ്ഞ ആളുകളുടെ ആഹ്വാനങ്ങളൊന്നും ഏറ്റിട്ടില്ല. 16K ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിച്ചത്. മണിക്കൂറുകൾക്കകം അത്രത്തോളം ടിക്കറ്റുകളാണ് ഈ സിനിമയുടെ ഓൺലൈനായിട്ട് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം വിറ്റഴിഞ്ഞു പോയത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമെന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ ആളുകൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയയിലെ വാക്കുകളൊന്നും വിലക്കെടുക്കാതെ തന്നെ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നൊരു പക്ഷേ ഈ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതൊരു 10-20K ഒക്കെ ഉറപ്പായിട്ടും ആ സിനിമ കാണുവാനായിട്ടുള്ള 20,000-ഓളം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിൽക്കുന്ന കാഴ്ച നമ്മൾ കാണും. അപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൽ അത് കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിലെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിത്രം കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ട്. കാരണം മോഹൻലാലും ദിലീപും വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയ്ക്ക് എന്താവും എന്നുള്ളതൊക്കെ. കാത്തിരുന്ന് തന്നെ കാണേണ്ട വസ്തുതകളാണ് അതെല്ലാം.